അപ്പോൾ വിഷുവൊക്കെ എത്താറായി. നമ്മളിപ്പോൾ വിഷുവിൻ്റെ സദ്യക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണ് കായ വറുത്തത്. അപ്പോൾ നമ്മൾ വിഷുവിനൊരു 1-2 ദിവസം മുന്നേ തന്നെ കായൊക്കെ വറുത്ത് റെഡിയാക്കി വയ്ക്കും. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു വാഴക്കൊലയാണ് വെട്ടാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് കായ വറുക്കുന്നതെന്നും കൂടി ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ കായയുടെ സൈഡിലൂടെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് നമുക്കതിൻ്റെ തൊണ്ടിങ്ങനെ ഒന്ന് അടർത്തിങ്ങനെ മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കലർത്തിയ വെള്ളത്തിലേക്ക് ഒരു 5 മിനിറ്റ് നേരം ഇട്ട് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ കറയൊക്കെ പോയി കിട്ടും. എന്നിട്ട് നമുക്കിത് എടുത്തിട്ട് നമ്മൾ ഇതൊരു സ്ക്രബ്ബറോടോ അല്ലെങ്കിൽ ഒരു ചകിരി കൊണ്ടോ നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു കറയും ഒക്കെ കളഞ്ഞിട്ട് നമുക്ക് നല്ല ക്ലീൻ ആക്കി നല്ലതായിട്ട് എടുക്കാം. നമുക്കൊന്നും കൂടി നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് എടുത്തിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വെക്കണം. പിന്നെ നമ്മൾ ഈ കായൊക്കെ ഗ്രേറ്ററിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ഉരുളിയിലാണ് കേട്ടോ വറുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഇപ്പോൾ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ട് നല്ലപോലെ എണ്ണ തിളച്ചതിന് ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ കായൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് റെഡിയായി. ഇതൊന്ന് ഒടിയാൻ പറ്റുന്ന ഒരു പാകത്തിലാക്കി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ ഉപ്പും കൂടി കലർത്തിയ വെള്ളം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ചൂടൊന്ന് കുറച്ച് കുറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചും കൂടി തീയൊന്ന് നന്നായിട്ട് കൂട്ടി വയ്ക്കണം. എന്നിട്ട് 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആക്കി കിട്ടും കേട്ടോ. വീണ്ടും അത് നല്ല ക്രിസ്പി ആയിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ട് പിന്നെ കിട്ടും. ഇപ്പം നമ്മുടെ കറുമുറ കായ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കൊട്ടയിൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിലേക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഒരു സ്ട്രെയിനർ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് വറുത്ത് കോരി വയ്ക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത്തവണത്തെ വിഷുവിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും സമാധാനവും സന്തോഷമുള്ള നല്ലൊരു വിഷുവും തുടർന്നുള്ള ദിവസങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു.